നമസ്കാരം. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് കിച്ചൺ ബിൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വിവിധ മാർഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അതിൽ അജൈവ മാലിന്യം പൂർണ്ണമായും ഹരിതകർമ്മസേനയ്ക്ക് കൈമാറണം എന്നതും ജൈവ മാലിന്യം ഉറവിടത്തിൽ സംസ്കരിക്കണം, സർക്കാർ നയവും അതാണ്. അത് തന്നെയാണ് നഗരസഭ പിന്തുടരുന്നത്. പക്ഷെ ഗാർഹിക അടിസ്ഥാനത്തിൽ ഏറ്റവും സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്ന്, നഗരസഭ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നെന്ന് പറയുന്നത് കിച്ചൺ ബിന്നാണ്. കാരണം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ കിച്ചൺ ബിന്നാണ്. അടുക്കളയിൽ ഒരു ഓരത്ത് വെച്ചാൽ ഭംഗിയായി സൗകര്യപൂർവ്വം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ്. കിച്ചൺ ബിൻ വയ്ക്കാൻ പറയുമ്പോൾ ഒരുപാട് ആശങ്കകൾ സൂചിപ്പിക്കാറുണ്ട്. അതിൽ ഒന്നാമതായി പറയുന്നത് ഞങ്ങളുടെ അടുക്കളയിൽ അതിനുള്ള സൗകര്യമില്ല, സ്ഥലമില്ല എന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുക്കളയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ അടുക്കള നിങ്ങൾക്ക് കാണാം, ഒരു അടുക്കള എന്ന് പറയാനുള്ള സ്ഥലം തന്നെ കുറവായിട്ടുള്ളൊരു തട്ടിക്കൂട്ട് സെറ്റപ്പ് പോലത്തെ ഒരു അടുക്കളയാണ് ഞങ്ങളത്. കാരണം ഞാൻ മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്. ഫ്ലാറ്റിലുള്ളവരൊക്കെ പറയുന്നൊരു പ്രശ്നമാണ്, ഞങ്ങൾ മുകളിലത്തെ ഫ്ലോറിലാണ്, ഫസ്റ്റ് ഫ്ലോർ തൊട്ട് മുകളിലോട്ടുള്ളവർക്ക് പൈപ്പ് കമ്പോസ്റ്റ് പറ്റില്ല, വേണ്ട. അപ്പം അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ കിച്ചൺ ബിൻ പറഞ്ഞിട്ടുള്ളത്. ഈ ചെറിയ അടുക്കളയിൽ ഇപ്പം സാധാരണ ഞാൻ ഗ്യാസ് കുറ്റിയുടെ തൊട്ടടുത്ത് ചേർത്താണ് കിച്ചൺ ബിൻ വയ്ക്കുന്നത്. കാരണം ഇത് നനയാത്തൊരു സ്ഥലത്ത് വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഗ്യാസ് കുറ്റിയുടെ ബേസിന് എത്ര സ്ഥലം വേണോ അത്രയും സ്ഥലം മതി കിച്ചൺ ബിന്നിന്. 3 ബിന്നാണ് ഇതിൽ വരുന്നത്. ഈ 3 ബിന്നിൽ ഇപ്പം ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് എൻ്റെ മുകളിലത്തെ ബിൻ നിറഞ്ഞു. ആ നിറഞ്ഞ ബിന്ന് ഞാൻ ഇപ്പോൾ ഏറ്റവും അടിയിലേക്ക് വെച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെയാണ്. നമുക്ക് 3 ബിൻ തരുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് കമ്പോസ്റ്റ് ആവാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ ഇനോക്കുലം ഇട്ട് നമ്മുടെ ഫുഡ് വേസ്റ്റ്, ജൈവ മാലിന്യം അതിനൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഇനോക്കുലം ഇട്ട് അങ്ങനെ ഒരു സാൻഡ്വിച്ച് പരുവത്തിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ മുകളിലത്തെ ബിന്ന് നിറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മളത് ഏറ്റവും അടിയിൽ വെക്കും. എന്നിട്ട് രണ്ടാമത്തെ ബിന്നിൽ നമ്മൾ ഇട്ട് തുടങ്ങും. രണ്ടാമത്തെ ബിന്ന് നിറയുമ്പോൾ അത് നടുക്കോട്ട് വെക്കും. എന്നിട്ട് അടുത്ത ബിന്നെടുത്ത് വെക്കുമ്പോഴേക്കും ഏറ്റവും താഴത്തത് കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. ആ കമ്പോസ്റ്റ് ഞങ്ങൾ വീട്ടിലെ കൃഷി, ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ കൃഷി, നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റുകാരും ഇതുപോലെ സിറ്റി താമസിക്കുന്ന ആളുകളും ചോദിക്കും, നമുക്ക് കൃഷിക്കൊന്നും സ്ഥലമില്ല എന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ ഈ കമ്പോസ്റ്റ് തിരിച്ച് ഹരിതകർമ്മസേനയെ തന്നെ ഏൽപ്പിക്കാം. ചില വാർഡിൽ ഹരിതകർമ്മസേന കൃഷി ചെയ്യുന്ന ചില വാർഡുകളുണ്ട്, ചില പ്ലോട്ട് കണ്ടെത്തി ചെയ്യുന്നതൊക്കെ. ഒന്നെങ്കിൽ അവരെ ഏൽപ്പിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ചെറിയ പച്ചക്കറി കൃഷിക്കൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംവിധാനം. ഇനി എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സാൻഡ്വിച്ച് പോലെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് പോലെ നമ്മുടെ ഈ കിച്ചൺ ബിന്നിലെ ബെഡിങ് എന്ന് പറയുന്നത് ഇനോക്കുലം എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇനോക്കുലം എന്ന് പറയുന്നത് ചകിരിച്ചോറിനാൽ നിർമ്മിതമാണ്. ചകിരിച്ചോറിൽ ഇനോക്കുലം എന്ന് പറയുന്ന ഒരു പദാർത്ഥവും കൂടി ചേർത്തുകൊണ്ട് ഇതിനെ ഈ ഉപയോഗിക്കാൻ കഴിയുന്ന മീഡിയമാക്കി നമ്മൾ മാറ്റുന്നത്. അപ്പോൾ ഈ ഈർപ്പം പരമാവധി വലിച്ചെടുക്കാൻ ശേഷിയുള്ളൊരു പദാർത്ഥമാണ് ഈ ഇനോക്കുലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനോക്കുലം ഇട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മളിടുന്ന ജൈവ മാലിന്യത്തിൽ പരമാവധി ഈർപ്പമില്ലാതെ നമ്മൾ ഇടണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈർപ്പമില്ലാതെ നമുക്ക് എങ്ങനെ ഇടാം എന്നത് പലരും ചോദിക്കും. നമ്മുടെ കറികളെല്ലാം നനവുള്ളതാണ്. ഉദാഹരണത്തിന് സാമ്പാർ, കടല തുടങ്ങിയവ എങ്ങനെ ഇടും? സാമ്പാറിൻ്റെയും കടലയുടെയും ഒക്കെ കഷ്ണങ്ങളൊന്ന് കൈകൊണ്ട്, നമ്മൾ പാത്രം കഴുകുന്നതിന് മുമ്പ് കഷ്ണങ്ങളൊന്ന് കൈകൊണ്ട് സിങ്കിലേക്ക് പിഴിഞ്ഞിട്ട് ആ കഷ്ണം ഇതിലേക്ക് ഇങ്ങനെ വിതറിയിട്ടാൽ മാത്രം മതിയാവും. അപ്പോൾ ഇനോക്കുലം, ജൈവ മാലിന്യം, ആ മാലിന്യം പൂർണ്ണമായി മൂടുന്ന തരത്തിൽ വീണ്ടും ഇനോക്കുലം, അടുത്ത ദിവസം അതിൻ്റെ മുകളിൽ ജൈവ മാലിന്യം, ആ മാലിന്യം മൂടുന്ന തരത്തിൽ അന്ന് രാത്രി ഇനോക്കുലം. അപ്പോൾ ഇങ്ങനെ ഒരു ബെഡിങ് ഒരാഴ്ചയോളം നമുക്കൊരു ബിന്ന്, ഒരാഴ്ചയിൽ കൂടുതലൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാൻ കഴിയും. എന്നിട്ട് ആ ബിന്ന് അടിയിലേക്ക് വെച്ചാണ് രണ്ടാമത്തെ ബിന്ന് എടുക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ബെഡിങ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ശരിക്കും കിച്ചൺ ബിന്നിൻ്റെ ഹൈറ്റ്. എൻ്റെ പകുതി ഹൈറ്റേ ഉള്ളൂ. 3 തട്ടായിട്ടുള്ള ബിന്നാണിത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ബിന്ന് ഞാൻ ഫില്ലായതുകൊണ്ട് താഴെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ ബിന്നിൽ നമുക്ക് എങ്ങനെയാണ് ആദ്യം മുതൽ ഈ പ്രക്രിയ ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചതുപോലെ ഇവിടെ ഇതിൻ്റെ ഒരു കട്ടിങ് ഉണ്ടാവും. ആ കട്ടിങ്ങിൻ്റെ അത്രയും നിരപ്പിലാണ് നമുക്ക് ബെഡിങ് ചെയ്യേണ്ടത്. ഈ ഇനോക്കുലം നമ്മൾ ആ ബെഡിങ്ങിനായിട്ട് നൽകണം. ഇനോക്കുലം എത്രയാണോ കട്ടിങ് ഉള്ളത് അത്രയും ഭാഗത്തേക്ക് ഇനോക്കുലം ഇട്ട് നിറച്ചതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഫുഡ് വേസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഈ ഇനോക്കുലം പുട്ടുപൊടി പോലെയാണ് ഇനോക്കുലത്തിൻ്റെ ഒരു രീതി. അപ്പോൾ ഇത് നമുക്ക് ഈ ബെഡിങ്ങിനായി ഇടാം. ശേഷം ഈ ബെഡിങ്ങിൻ്റെ മുകളിലേക്ക് ഫുഡ് വേസ്റ്റ് ഇടാം.
ആ ഫുഡ് വേസ്റ്റ് പരമാവധി ഈർപ്പമില്ലാതെ പിഴിഞ്ഞോ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാവിലെ ഉള്ള ഫുഡ് വേസ്റ്റ് ആണെങ്കിൽ നമ്മൾ രാവിലെ ഇതുപോലെ ഏതെങ്കിലും ഒരു ടിന്നിലേക്ക് ഇട്ട് വെച്ചാൽ അതിൻ്റെ അടിയിൽ അതിലുള്ള ഈർപ്പം അടിയിലേക്ക് അങ്ങ് താരും. അപ്പോൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഈ ഇനോക്കുലത്തിൻ്റെ മീതെ ഫുഡ് വേസ്റ്റ് എടുത്ത് ഇടുമ്പോൾ അതിന് പരമാവധി ഈർപ്പം കുറഞ്ഞിരിക്കും എന്നുള്ളതാണ്. ഈ വേസ്റ്റ് നമ്മൾ ഇടുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊണ്ടങ്ങ് തട്ടി ഒരു മല പോലെ ആക്കാതെ അതൊന്ന് ചിതറി ചിതറി ഇട്ടാൽ അധികം വശങ്ങളിലേക്കും ചേർന്ന് പോകണ്ട, എന്നാൽ നടുക്കങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യുകയും വേണ്ട. ഒന്ന് വിതറിയിട്ടാൽ അതിന് മുകളിലേക്ക് ഇനോക്കുലം ഇട്ട് നമുക്ക് കൃത്യമായി മൂടാൻ കഴിയും. നിങ്ങൾ കണ്ടതാണ് കിച്ചൺ ബിൻ ഉപയോഗിക്കുന്ന രീതി. വളരെ നിസ്സാരമായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. നമ്മുടെ ദൈനംദിന പ്രവൃത്തിയിൽ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ ജൈവ മാലിന്യം കൃത്യമായി നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ സംസ്കരിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല ഭാഗത്തായി കാണുന്ന മാലിന്യ കൂമ്പാരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കും. ഈ ജൈവ മാലിന്യം കൂടിക്കിടന്ന് പല എമിഷൻസ് ഉണ്ടാകുന്നുണ്ട്. മീഥേൻ എമിഷൻ അടക്കമുള്ള പല പ്രധാനപ്പെട്ട കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കുന്ന വാതകങ്ങളുടെ എമിഷൻ നമുക്ക് ബഹിർഗമനം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ്. അപ്പം നമ്മുടെ ജീവിതശൈലിയിൽ ജീവിത രീതിയിൽ വരുത്തുന്ന ഈ ഒരു ചെറിയ മാറ്റം ഒരു കണക്കിന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വലിയ സംഭാവന കൂടിയാണ്. ഇത്രയും ഒന്നും ആലോചിച്ചില്ലെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണ മാലിന്യം അടുക്കളയിൽ സംസ്കരിക്കാനുള്ള നഗരസഭ നൽകുന്ന സബ്സിഡിയിൽ നൽകുന്ന ഈ എളുപ്പമുള്ള സംവിധാനത്തിലേക്ക് എല്ലാവരും മാറിയാൽ നമുക്ക് ഈ നഗരത്തെ സുന്ദരമാക്കി സൂക്ഷിക്കാൻ സാധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ സംവിധാനത്തിലേക്ക് മാറാനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഒരുപാട് പേര് നഗരത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നറിയാം, കൂടുതൽ പേർ അല്ലെങ്കിൽ എല്ലാവരും ഇത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നഗരസഭയുമായി ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ ഹെൽത്ത് സർക്കിളുമായി ബന്ധപ്പെട്ടാൽ, ഹെൽത്ത് ഇൻസ്പെക്ടറെയോ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറെയോ ബന്ധപ്പെട്ടാൽ അവിടുന്ന് അപേക്ഷാ ഫോറം വാങ്ങി പൂരിപ്പിച്ച് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ആ ഫോം വാങ്ങി പൂരിപ്പിച്ച് പൈസ അടയ്ക്കുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഇനോക്കുലം നഗരസഭയിൽ നിന്ന് ലഭിക്കുന്നതുമാണ്. കിച്ചൺ ബിൻ ലഭിക്കാൻ നിങ്ങൾ താമസിക്കുന്ന വാർഡിലെ കൗൺസിലറെയോ നഗരസഭയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ കിച്ചൺ ബിൻ ഫോം ലഭിക്കും. ആ ഫോം പൂരിപ്പിച്ച് നൽകുന്ന മുറയ്ക്ക് കിച്ചൺ ബിൻ ലഭിക്കും. ആദ്യം നൽകുന്ന കിച്ചൺ ബിന്നിനോടൊപ്പം ഫ്രീ ആയി ഒരു ചാക്ക് ഇനോക്കുലം കൂടി നമ്മൾ തരുന്നതാണ്. ഒരു ചാക്ക് ഇനോക്കുലം എന്ന് പറയുന്നത് 9 കിലോയാണ്. ആ ഇനോക്കുലം ഉപയോഗിച്ച് തീരുന്ന മുറയ്ക്ക് ഇനോക്കുലം നഗരസഭയോട് ആവശ്യപ്പെട്ടാൽ വാങ്ങാവുന്നതാണ്. ഇതൊന്നുമല്ല എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങളുടെ ശുചിത്വ പരിപാലന സമിതി മുഖാന്തരവും നിങ്ങൾക്ക് ഈ സേവനം ലഭ്യമാക്കാവുന്നതാണ്.